സമീപകാലത്ത് പെരുമ്പാവൂർ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച യു.ഡി.എഫ് സ്ഥാനാർത്ഥി മനോജ് മുത്തേടന് പെരുമ്പാവൂരിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകി. എല്ലാ റൗണ്ടിലും ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു മനോജിന്റെ മുന്നേറ്റം. പി തങ്കച്ചനിലൂടെ തുടങ്ങിവച്ച പെരുമ്പാവൂരിലെ യു.ഡി.എഫിന്റെ മുന്നേറ്റം മനോജ് മുത്തേടനിൽ എത്തി നിൽക്കുമ്പോൾ ഇക്കുറി നേടിയത് ചരിത്രപരമായ വിജയമെന്നത് പറയാതെ വയ്യ. 28,434 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി മനോജ് മുത്തേടൻ പെരുമ്പാവൂരിൽ വിജയിച്ച് കയറിയത്. ആകെ 75,088 വോട്ടുകൾ യു.ഡി.എഫ് സ്ഥാനാർത്ഥി നേടിയപ്പോൾ തൊട്ടടുത്ത എതിരാളിയായ എൽ.ഡി.എഫിന്റെ ബേസിൽ പോൾ നേടിയതാകട്ടെ 46,654 വോട്ടുകൾ. എൻ.ഡി.എ സ്ഥാനാർത്ഥി ജിബി പാത്തിക്കലിന് 22,497 വോട്ടുകളും ലഭിച്ചു. ബി.എസ്.പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രശാന്ത് 657 വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥിമാരായ എം.എ. മോഹനൻ 228 വോട്ടുകളും എൽദോ ജോർജ് 1,562 വോട്ടുകളും കരസ്ഥമാക്കി. 845 പേരാണ് നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും മനോജ് മുത്തേടൻ പിന്നോട്ട് പോയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ റൗണ്ടുകളിലും കൃത്യമായി ലീഡ് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ആദ്യ റൗണ്ടുകളിൽ തന്നെ ലീഡ് 10,000-ന് മുകളിലെത്തി. പിന്നീട് മനോജ് മുത്തേടൻ പിന്നോട്ട് നോക്കേണ്ടിയും വന്നില്ല. മികച്ച വിജയത്തിന്റെ ആഹ്ലാദം പങ്കുവെച്ച് പെരുമ്പാവൂരിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ആഹ്ലാദ പ്രകടനവും നടന്നു. പെരുമ്പാവൂർ ഇന്ദിരാഭവന് മുന്നിൽ മനോജ് മുത്തേടനെ കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷിയുടെ നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് തുറന്ന വാഹനത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. കേരളത്തിൽ ഏത് മുന്നണി ഭരിച്ചാലും പ്രതിപക്ഷത്തിരിക്കുവാൻ യോഗമുണ്ടായിരുന്ന പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന്റെ അവസ്ഥയ്ക്ക് ഇത്തവണ മനോജിന്റെയും സംസ്ഥാനത്തെ യു.ഡി.എഫിന്റെയും വിജയത്തിലൂടെ മാറ്റം വന്നിരിക്കുന്നു എന്നതാണ് പൊതു സംസാരം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈനിറയെ സമ്മാനങ്ങളും. ഈ ഓഫർ ഏപ്രിൽ 10 മുതൽ 20 വരെ. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇപ്പോൾ പള്ളുരുത്തിയിലും.